ഇതുപോലെ ഒരു അടിപൊളി ഒരു ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കി നോക്കാം. തേങ്ങയൊക്കെ ഇട്ട് വറുത്തരച്ചൊരു ചിക്കൻ കറിയാണ് ഇത്. ആദ്യം ചിക്കൻ കറിക്ക് ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തേങ്ങ, കറിവേപ്പില. തേങ്ങ വറുക്കുമ്പോൾ തന്നെ നമുക്ക് 2-3 കഷ്ണം ഉള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയൊരു പിടി കുരുമുളക് കൂടെ ഇടണം. എനിക്ക് ആവശ്യമായി, നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ഇടാം. അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വറുത്തെടുക്കണം. നല്ലൊരു ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ എപ്പോഴും അടുക്കള കയറിയില്ല, അവരും കൂടെ എപ്പോഴും കാണാം. എൻ്റെ കൂടെ തീർന്നവരെ എൻ്റെ കൂടെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടടിയും കാണിക്കും. ഓരോ സാധനം എടുക്കുമ്പോഴും അതെന്തിനാണ്, ഇതെന്തിനാണ്, അതെന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. തേങ്ങ ഇതുപോലെ നല്ല കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. മുളകും മല്ലി ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഇത്. നമുക്കതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള കരിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ രമ്പയിലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പച്ചമുളക്, ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് കളറാകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപുളി മാത്രം ഉപയോഗിക്കാം. ഞാൻ 2 കൂടി ചേർത്തിട്ടുണ്ട്. ജാറിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ കളർ മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്നതിനെ നമുക്ക് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്തൊന്ന് തിളപ്പിക്കണം. നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ ഇറച്ചിയിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് ഇറച്ചി വേവിച്ചെടുക്കാം. പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയും കൂടെ നമ്മൾ അടച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാറായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.